സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അനി എന്ന് പറയുന്ന നിർഭാഗ്യവാനായ ചെറുപ്പക്കാരൻ്റെ കഥയാണ്. മൂർത്തീസ് ജ്വല്ലറി നടത്തുന്ന അനന്തപുരം തറവാട്ടിലെ മൂർത്തിയുടെ രണ്ടാമത്തെ കൊച്ചുമകനാണ് ഈ പറയുന്ന അനി. അനി നന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. നിർഭാഗ്യവശാൽ അനന്തപുരം തറവാട്ടിലെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അനിക്ക് അനാമിക എന്ന് പറയുന്ന സ്വത്തുമോഹിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വരുന്നു. അനി വേറൊരാളെ വിവാഹം കഴിക്കുന്നതിൽ ദുഃഖിതയായ നന്ദു അനിയുടെ വിവാഹത്തിൻ്റെ അന്ന് ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലാവുന്നു. ഈ വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയ അനിയുടെ ചേട്ടൻ ആദർശം, ചേട്ടത്തി നയന, അതായത് നന്ദുവിൻ്റെ ചേച്ചി കൂടിയാണ് ഈ നയന. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ വെച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ ഒരിക്കലെങ്കിലും ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കിട്ടിയനെ. നന്ദുവിനും ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു. അതായത് അനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നേരത്തെയെങ്കിലും ആദർശിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ആദർശ് ഈ കല്യാണം നടത്തി കൊടുത്തേനെ. അതായത് ഇഷ്ടമില്ലാത്ത കല്യാണത്തിൽ നിന്നും അനിയെ രക്ഷിച്ചേനെ എന്നാണ് നയനയുടെ അടുത്ത് പറയുന്നത്. ഇഷ്ടമില്ലാത്ത വിവാഹബന്ധമായതുകൊണ്ട് തന്നെ അനിക്ക് അനാമികയെ തീരെ താല്പര്യമില്ലായിരുന്നു. എപ്പോഴും അവർ തമ്മിൽ വഴക്കായി. അങ്ങനെ ഇപ്പോൾ അവർ വേർപിരിയാൻ തീരുമാനിച്ചു. ഡിവോഴ്സ് കേസ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനാമികയുമായി വേർപിരിയാൻ തീരുമാനിച്ചതുകൊണ്ടും കേസ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അനിയും നന്ദുവും തമ്മിലുള്ള റിലേഷൻ വീണ്ടും തുടരുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നേരെ ഉൾട്ടയടിച്ച് നേരെ വിപരീതമായി ഈ ചേട്ടനും ഏട്ടത്തിയും കൂടെ ഇവർ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയിട്ടും ഇവരെ തമ്മിൽ തടയാനാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നില്ല. അപ്പോഴാണ് അനിയുടെ ജീവിതത്തിൽ ഇടുത്തി പോലെ വേറെ ഒരു പെൺകുട്ടി, അതായത് ഈ കുടുംബത്തിലെ തന്നെ ഒരു പെൺകുട്ടിയായ അവന്തിക അനിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്നത്. പക്ഷേ അവന്തികയെ തനിക്കിഷ്ടമില്ലെന്നും അവന്തികയെ വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അനി കെഞ്ചി പറഞ്ഞിട്ടും ഈ പറയുന്ന ഈ വട്ട് ഫാമിലി, ഈ അനന്തപുരി ഫാമിലിയിലുള്ളവർക്ക് കാര്യം മനസ്സിലാകുന്നില്ല. ഒരിക്കൽ ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം നടത്തി അനിയുടെ ജീവിതം നശിപ്പിച്ച ശേഷവും വീണ്ടും അവൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ പറയുന്ന ഈ വട്ട് ഫാമിലി. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അനിയുടെ ഇഷ്ടം നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞ ചേട്ടനും ചേട്ടത്തിയും കൂടെ നൈസായിട്ട് അതിനകത്ത് ഒഴിവാകുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയുടെ വക്കിലാണ് ഈ ചെറുപ്പക്കാരൻ. ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ വനിതാ കമ്മീഷനിലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിനോ കേസ് കൊടുക്കാമായിരുന്നു. പക്ഷേ പുരുഷനായതുകൊണ്ട് ഇതിനൊന്നും അവസരമില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഇനി രക്ഷപ്പെടുമോ? സാധാരണ സീരിയലുകളൊക്കെ സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള യാതനകളൊക്കെ അനുഭവിക്കുന്നത്. ഒരു സ്ത്രീ അനുഭവിക്കാത്ത യാതനയാണ് ഈ സീരിയലിൽ ഈ ഒരു ചെറുപ്പക്കാരൻ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതാണ് ഏഷ്യാനെറ്റിൽ കഴിഞ്ഞ ദിവസം 1000 എപ്പിസോഡ് കടന്ന പത്തരമാറ്റ് അഥവാ ഹേറ്റേഴ്സ് പത്തരവട്ട് എന്ന് കളിയാക്കി വിളിക്കുന്ന സീരിയലിൻ്റെ ഒരു കഥയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും എപ്പിസോഡുകൾ നീട്ടി കൊണ്ടുപോകാൻ വേണ്ടി ഇനിയും എത്രയെത്ര ഇഷ്ടമില്ലാത്ത കല്യാണം ഈ ചെറുപ്പക്കാരനെ കൊണ്ട് നടത്തിക്കും.